അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 5 മാസമായി. അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും വെളിച്ചം കണ്ടിട്ടില്ല. തൃശൂരിലെ തോൽവിയിൽ മുറിവേറ്റ് നിൽക്കുന്ന CPIക്ക് ഈ കാലതാമസം സഹിക്കാവുന്നതല്ല. മൊഴിയെടുപ്പുകൾ നടന്നെങ്കിലും അതിനുശേഷം അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്ന വികാരത്തിലാണ് CPI ജില്ലാ നേതൃത്വം. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി, വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുക. പോലീസിന് മൊഴി നൽകിയിരുന്നുവെന്നും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് അറിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു. മൊഴിയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. പൂരം അട്ടിമറിയിലും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിലും CPI നിലപാട് കടുപ്പിക്കുമ്പോൾ മൗനത്തിലാണ് CPM നേതൃത്വം. ഗവൺമെന്റ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അത് നിയമത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പഴുതു കൊടുക്കാത്ത നിലയിൽ എല്ലാ പഴുതുകളും അടച്ച് നടപടി സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ജുഡീഷ്യൽ പദവിയിലുള്ള ആളെ കൊണ്ട് സമയബന്ധിതമായി അന്വേഷണം നടത്തണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.